ഇപ്പം ജാതി സംവരണത്തിന് സൗകര്യം കിട്ടുന്ന ആർക്കാ? ഒന്ന് ഈഴവന്മാർക്ക്, രണ്ട് മാപ്പിളമാർക്ക്. കാരണം ജനസംഖ്യ അവരാ കൂടുതൽ. CPM-നേക്കാൾ കാര്യപ്രാപ്തി കുറഞ്ഞ കൂട്ടരാണ് കോൺഗ്രസ്സുകാർ. ഉദാസീനത, ഇൻഡിഫറൻസ് എന്ന് പറയും, ഉഴപ്പ് എന്ന് പറയുമല്ലോ നമ്മൾ തെക്കോട്ട്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 70 എണ്ണം 50% സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ചെയ്യണം. ഒരു ദളിത് സ്ത്രീക്ക് 2 വിവേചനമുണ്ട്. ഒന്ന്, അവൾ ദളിതാണെന്നുള്ളത്, രണ്ട്, അവൾ സ്ത്രീയാണെന്നുള്ളത്. അവളുടെ കൂട്ടത്തിൽപ്പെട്ട ദളിതരായ അവളുടെ അച്ഛനും ആങ്ങളെയും ഭർത്താവും മകനും അവളെ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് വിവേചനം കാണിക്കും. പൗരോഹിത്യത്തെ പേടിച്ചിട്ട് വോട്ട് ബാങ്കുകളെ പ്രകോപിപ്പിക്കാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ് ഈ പാർട്ടികൾക്കൊക്കെ ഉള്ളത്. നവോത്ഥാനത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട. ആ വനിതാ മതിലുണ്ടാക്കിയിട്ട് അതിൽ മുഖം മൂടുന്ന പർദ്ദയായിട്ട് മുസ്ലിം സ്ത്രീകൾ വന്നു. വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ ധൈര്യമുണ്ടോ ഗോവിന്ദ മാഷക്ക്, അല്ലെ AK ബാലന്, അല്ലെങ്കിൽ A വിജയരാഘവന്? ഇല്ലല്ലോ. അവർ G സുധാകരന്റെ തലയിൽ കയറാൻ ചെല്ലു. ഈ ദളിതരും അധസ്ഥിതരും ഒരു സംഘടിത ശക്തിയായിട്ടില്ലെങ്കിൽ വീണ്ടും ഇവരുടെ പ്രാതിനിധ്യം വീണ്ടും കാലങ്ങൾ വൈകുന്നുവെന്നാണോ മാഷു വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ അതിൻ്റെ ഒരു പ്രശ്നം, ഇവിടെ നായന്മാരുടെ ഇടയിൽ ധാരാളം ഉപജാതികളുണ്ടായിരുന്നു. അമ്പട്ടാൻ നായർ, വെളിക്കത്തല നായർ, മറിച്ച് അത് മുഴുവൻ ഒരു നായർ സമുദായമായിട്ട് സമുദായ രൂപീകരണം നടന്നു. NSS ആണ് പ്രധാന കാരണം. ഈഴവന്മാരുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും വേണ്ട, മലബാറിലെ തീയന്മാരും തിരുവിതാംകൂറിലെ ഈഴവന്മാരും തന്നെ രണ്ടാന്ന് അവർ വിചാരിച്ചത്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. കല്യാണം കഴിക്കാം, അതിപ്പോൾ ഒരു സമുദായ രൂപീകരണം ഉണ്ടായി. ഇതുപോലെ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണം, മലബാറിൽ മാപ്പിളമാർ, തെക്ക് അവർ മേത്തെന്നാണ് പറയുക. ഇപ്പം അതൊക്കെ ഒരു സമുദായ രൂപീകരണമായി. ഈ പണി ദളിതരുടെ ഇടയിൽ നടന്നിട്ടില്ല. ഇപ്പോഴും ദളിതരുടെ സംഘടനകൾ പരസ്പരം അംഗീകരിക്കൂല. ഇപ്പോൾ കണക്കരും കള്ളാടിയും 2 ജാതിയാണെന്ന് അവർ വിചാരിക്കുന്നത്. അവരുടെ ഇടയിൽ അയിത്തുണ്ട്, അവരുടെ ഇടയിൽ മേൽകീഴുണ്ട്. ഇതുപോലെ ആദിവാസികളുടെ ഒരു സ്ഥിതി തന്നെയാണ്. ഇപ്പം വയനാട്ടിൽ കുറിച്യര്, കുറുമര്, മുള്ളുക്കുറുമര്, അടിയാർ ഒക്കെ പറഞ്ഞ് പലതുണ്ട്. അപ്പം അതിന് അടിയാത്തി വിഭാഗത്തിൽപ്പെട്ട ആളാണ് ജാനുവിനെ അവർ തന്നെ മുഴുവൻ അംഗീകരിക്കുന്നില്ല. അപ്പം ആദിവാസികളുടെ ഇടയിലൊരു സമുദായ രൂപീകരണം, ഒരു ഏകീകരണം നടക്കേണ്ടതുണ്ട്. ദളിതരടയ്ക്കും അങ്ങനെ ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ ദളിതരായ എഴുത്തുകാർ എല്ലാവരും ഞാൻ പറയുന്നില്ല, പലരും പരസ്പരം അംഗീകരിക്കുന്നുണ്ടോ എനിക്ക് സംശയമാണ്. ധാരാളം സംഘടനകളുണ്ട്. ഇപ്പം അവരെ പല സമരങ്ങളും ഒരു കൂട്ടരുണ്ടാവും, മറ്റേ കൂട്ടരുണ്ടാവില്ല. അങ്ങനെ വരരുത്. അതാണ് അതിൻ്റെ ഒരു പാഠം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവരുടെ സംഘടിത ശക്തിയായിട്ട് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉദാഹരണം വരെ ജാതി സെൻസസ് അത്യാവശ്യം വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ജാതി സെൻസസിന് വേണ്ടി ഏറ്റവും അധികം സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന കൂടുതൽ ദളിതരാണ്. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ അവരാണ്. ഇവിടുത്തെ ജാതി സംവരണത്തിൻ്റെ സൗകര്യം ആദ്യം കിട്ടേണ്ട അവർക്കാണ്, ഏറ്റവും കുറച്ച് കിട്ടുന്ന അവർക്കാണ്. ഇപ്പം ജാതി സംവരണത്തിന് സൗകര്യം കിട്ടുന്ന ആർക്കാ? ഒന്ന് ഈഴവന്മാർക്ക്, രണ്ട് മാപ്പിളമാർക്ക്. കാരണം ജനസംഖ്യ അവരാ കൂടുതൽ. അല്ല, അതിൻ്റെ സൗകര്യം കൂടുതൽ കിട്ടേണ്ടത് വാസ്തവത്തിൽ ഇപ്പോൾ സമ്പത്ത്, സാമൂഹിക ജീവിതം, രാഷ്ട്രീയ അധികാരം ഒക്കെ ഉണ്ട് ഈഴവർക്ക്, മുസ്ലിങ്ങൾക്കും ഉണ്ട്. ഇതൊന്നും ഇല്ല ദളിതർക്ക്. അപ്പം അതൊക്കെ ഉണ്ടാവണമെങ്കിൽ അവർ ഒരു ഏകീകരണം, ഒരു സമുദായ രൂപീകരണം, ഒരു ഐക്യം ഉണ്ടാവണം. എന്നാൽ മാത്രമേ അതിന് പരിഹാരമാവുള്ളൂ. ഈ സമീപ കാലയളവിലെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഐക്യം ഉണ്ടാകാനുള്ള ഒരു വിദൂര സാധ്യതയെങ്കിലും മാഷ് കാണുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാവും വിചാരിക്കാം. കാരണം ഇപ്പോൾ അവരുടെ ഇടയ്ക്ക് പിന്നെ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ ധാരാളം പഠിച്ച ആളുകളുണ്ട്, പ്രസംഗിക്കുന്ന ആളുകളുണ്ട്, ഗവേഷകന്മാരുണ്ട്, കലാകാരന്മാരുണ്ട്. ഇപ്പോൾ വയനാട്ടിലൊരു പെൺകുട്ടി, ഒരു ആദിവാസി പെൺകുട്ടി, ഒരു സിനിമാ സംവിധായിക വന്നിട്ടുണ്ട്. അങ്ങനെ പലരുണ്ട്. ഇപ്പം എഴുത്തുകാർ, ഇപ്പം KK കൊച്ച്, KK ബാബുരാജ്, ഇപ്പോൾ സലീം കുമാർ, ഈ സണ്ണി കപ്പിക്കാട്, അങ്ങനെ പലരുണ്ട്. ഒരു സംഘടിത ഇന്നല്ലെങ്കിൽ നാളെ ഇപ്പം ആദിവാസികളുടെ ഇടയ്ക്ക് നാരായണൻ ഉണ്ടായിരുന്നു, കൊച്ചരത്തി എഴുതിയ നാരായണൻ, അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അവരുടെ ഇടയ്ക്ക് ധാരാളം ആളുകൾ പഠിക്കുന്നുണ്ട്, സമ്പത്ത് സ്വരൂപിക്കുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു പ്രതീക്ഷ. തീർച്ചയായിട്ടും അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്, വളരട്ടെ എന്നാണ്. ഞാൻ അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്, എന്നെ കൊണ്ടാവും പോലെ. ഇപ്പോൾ ശ്യാംകുമാർ വളരെ മിടുക്കാണ്ട് സംസാരിക്കുന്ന ഒരാളാണ്, TS ശ്യാംകുമാർ. അത് നല്ലോണം സംസ്കൃതം പഠിച്ച ആളാണ്. ഇന്ത്യൻ പാരമ്പര്യത്തിൽ എങ്ങനെയാണ് ദളിത് വിരോധം പ്രവർത്തിക്കുന്നതെന്ന് വളരെ മിടുക്കായിട്ട്, വളരെ ഭംഗിയായിട്ട്
ആളുകൾക്ക് സമ്മതമാവുന്ന സംസാരിക്കുന്ന ഒരാളാണ് ശ്യാംകുമാർ. പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വയനാട് ടൗൺഷിപ്പാണ്. വയനാട് ടൗൺഷിപ്പ് കേരള ഗവൺമെൻറ് വളരെ വിജയകരമായി പൂർത്തിയാക്കുകയും അത് വളരെ മികച്ച അഭിപ്രായങ്ങൾ നേടുകയും ചെയ്തു. അതേസമയം പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ വീടുകളൊന്നും പാലിക്കാതിരിക്കുകയും അതും വെറുതെ ഉള്ള കുറേ സ്ഥലം എടുത്തിടുക എന്നുള്ളത് മാത്രമായി തീരുകയും ചെയ്തു. ഇത് ഈ ഇലക്ഷനെ എങ്ങനെ ബാധിക്കുമെന്നാണ് മാഷ് കരുതുന്നത്? അത് കോൺഗ്രസ് അതിൽ വളരെയധികം ഉദാസീനത കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഒന്നാമത് CPM-നേക്കാൾ കാര്യപ്രാപ്തി കുറഞ്ഞ കൂട്ടരാണ് കോൺഗ്രസ്സുകാർ. ഉദാസീനത, ഇൻഡിഫറൻസ് എന്ന് പറയും, ഉഴപ്പ് എന്ന് പറയുമല്ലോ നമ്മൾ തെക്കോട്ട്. അത് കേരളം അടിസ്ഥാനപരമായി സ്ത്രീവിരുദ്ധമായൊരു സംസ്ഥാനമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഒരിക്കലും ഒരു വനിത മുഖ്യമന്ത്രി ആയിട്ടില്ല. ഇല്ല, ആകുമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഗൗരിയമ്മ ഉണ്ടായിരുന്നു, സുശീല ഗോപാലൻ ഉണ്ടായിരുന്നു, അക്കാമ ചെറിയാൻ ഉണ്ടായിരുന്നു, ആനി മസ്ക്രീൻ ഉണ്ടായിരുന്നു, കുട്ടിമാളുമ്മ ഉണ്ടായിരുന്നു, നഫീസത്ത് ബേബി ഉണ്ടായിരുന്നു. സ്ത്രീകൾക്കൊരു പ്രശ്നവും ഒരു പ്രദേശത്തും ഒരു പാർട്ടിയിലും ഒരു മതത്തിലും വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അവരാരും കേരളത്തിൽ ഒരു സ്ത്രീ ഇന്ന് വരെ ആഭ്യന്തരമന്ത്രി ആയിട്ടില്ല. കേരളത്തിൽ ഇന്ന് വരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെയും സംസ്ഥാന പ്രസിഡന്റോ സെക്രട്ടറിയോ ഒരു സ്ത്രീ ആയിട്ടില്ല. ഇപ്പം കേരളത്തിൽ എന്നും ഭൂരിപക്ഷം ജനസംഖ്യയിൽ കൂടുതൽ സ്ത്രീകളാണ്. ഇപ്പം 52% സ്ത്രീകളുണ്ട് കേരളത്തിൽ. ഒരു പെണ്ണധിക നാടാണ് കേരളം. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 70 എണ്ണം 50% സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ചെയ്യണം. ഞാൻ പറഞ്ഞത് കേരളത്തിലൊരു വനിതാ പാർട്ടി ഉണ്ടാക്കണം എന്നാണ്. നിങ്ങൾ തൊഴിലാളിയാണ്, മുതലാളിയാണ്, നിങ്ങൾ ക്രിസ്ത്യാനിയാണ്, നിങ്ങൾ നായരാണ്, നിങ്ങൾ മാപ്പിളയാണ്, നിങ്ങൾ ഈഴവനാണ്, ഇതൊന്നും അല്ല. സ്ത്രീ ഒരു പ്രത്യേക ജാതിയാണ്. ഇന്ത്യയിൽ നിങ്ങൾ ഏത് സമുദായത്തിൽ പിറന്നാലും സ്ത്രീ എന്നുള്ള നിലയ്ക്കുള്ള അവഗണന, അവഹേളനം, വിവേചനം നിങ്ങൾ നേരിടും. ഒരു ദളിത് സ്ത്രീക്ക് 2 വിവേചനമുണ്ട്. ഒന്ന്, അവൾ ദളിതാണെന്നുള്ളത്, 2 അവൾ സ്ത്രീയാണെന്നുള്ളത്. അവളുടെ കൂട്ടത്തിൽപ്പെട്ട ദളിതരായ അവളുടെ അച്ഛനും ആങ്ങളെയും ഭർത്താവും മകനും അവളെ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് വിവേചനം കാണിക്കും. മറ്റുള്ളവർ 2 വിവേചനം കാണിക്കും. ഇപ്പോൾ ഒരു അന്തർജനത്തിന് ഒരു വിവേചനമുണ്ട്. എന്താണ്? അവർ ജാതിയിൽ മേലെയാണ് എന്നുള്ള പരിഗണന കിട്ടുമ്പോൾ തന്നെ അവർ സ്ത്രീയാണ് എന്നുള്ള വിവേചനം കിട്ടും. അപ്പോൾ സ്ത്രീകൾ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് വളരെ താണനിലയിലാണ് പരിഗണിക്കപ്പെടുന്നത്. ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് സ്ത്രീ ഒരു പ്രത്യേക ജാതിയാണ്. അവർക്ക് ജോലിയിലും ഇലക്ഷനിലൊക്കെ സംവരണം, സ്ത്രീ എന്നുള്ള സംവരണം ഏർപ്പെടുത്തണം. ഇപ്പോൾ 2009 എൻ്റെ ഓർമ്മ. അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൽ മന്ത്രിയായിരുന്ന പാലോളി മമ്മൂട്ടി ഒരു നിയമം കൊണ്ടുവന്നു. ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 50% ഇരിപ്പിടങ്ങൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്തു. ഗംഭീരമായ നിയമമാണ്, ഇന്ത്യക്ക് മുഴുവൻ മാതൃകയാണ്. ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിലെ ഒന്നാമത്തെ കാര്യം വന്നത് എൻ്റെ കണക്കിന് സന്താന നിയന്ത്രണമാണ് ഇവിടുത്തെ സ്ത്രീകളെ ശാക്തീകരിച്ചത്. കുടുംബാസൂത്രണം. എൻ്റെ ഉമ്മ 7 പെറ്റു, എൻ്റെ അളിയൻ്റെ ഉമ്മ 12 പെറ്റു, എൻ്റെ ഭാര്യ 3 പെറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റി. മനസ്സിലായി? അപ്പോൾ രണ്ടാമത്തെ, ഇപ്പോൾ സാമൂഹ്യ ജീവിതത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും വലിയ പരിഗണന കൊടുത്ത ആൾ പാലോളി മമ്മൂട്ടിയാണ്. അന്നത്തെ മുഖ്യമന്ത്രി VS ആണ്. ഇത് ഇപ്പോൾ ഇവിടെ ആവശ്യപ്പെടണം. 50% കേരള നിയമസഭയിൽ സ്ത്രീകൾക്ക് സംവരണം വേണം എന്ന് പറയണം. അപ്പോൾ കാര്യങ്ങൾ മാറും. ഞാൻ പറഞ്ഞത് ഒരു കേരള വനിതാ പാർട്ടി ഉണ്ടാക്കണം എന്നാണ്. വനിതകളുടെ പ്രശ്നങ്ങളൊക്കെ പ്രത്യേകമാണ്. അത് കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ BJP-ക്കാരോ ഇപ്പോൾ അവിടെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. 33% ലോക്സഭയിൽ ആരും പരിഗണിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ മുസ്ലിം ലീഗ് ഇപ്പോൾ ചെയ്ത വലിയ കാര്യം. കാരണം ഇന്ന് വരെ 48 മാർച്ച് 10 ഉണ്ടായ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്ന് വരെ അവർ കേരള നിയമസഭയിലേക്ക് ഒരു സ്ത്രീ അയച്ചിട്ടില്ല. അവരിപ്പോൾ 2 പേരെ നിർത്തി. അത്രയും ചെയ്തല്ലോ. 2 പേരെ അവർ നിർത്തുന്ന ആദ്യം. അതിനു മുമ്പ് അവരൊരിക്കൽ നിർത്തിയത് നൂർബിന റഷീദിനെ നിർത്തി. കഴിഞ്ഞ തവണ അവർ തോറ്റുപോയി. അതിൻ്റെ ഒരു 10 കൊല്ലം മുമ്പാണ് എൻ്റെ ഓർമ്മ കമറുന്നിസ അൻവർ നിർത്തിയത്. അതും കോഴിക്കോട് സൗത്തിലാണ്.
അന്ന് കോഴിക്കോട് 2 എന്നതിന്റെ പേര്. തോൽക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലത്തിൽ നിർത്തുന്ന അല്ല, നൂർബിൻ റഷീദിന്റെ തോൽക്കുന്ന ഉറപ്പുള്ള മണ്ഡലമായിരുന്നില്ല, അത് മുനീറിന്റെ മണ്ഡലമായിരുന്നു. അവിടെ മറ്റേ ഈ സ്ത്രീകളെ നിയമസഭയിലേക്ക് അയക്കാൻ പാടില്ല എന്ന് EK സമസ്തയുടെ നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ പ്രസംഗിച്ചു. അതുകൊണ്ട് ലീഗുകാർ തന്നെ അവർക്കെതിരായിട്ട് വോട്ട് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും അല്ല, മറ്റു ദേവർകോവിൽ അവിടെ ജയിക്കേണ്ട ഒരു കാര്യമില്ല. അവർക്ക് തന്നെ പ്രതീക്ഷയില്ലാത്തൊരു മണ്ഡലമായിരുന്നു. അതെ, അത് ഇവർ ചെയ്തു. കാരണം സ്ത്രീ അങ്ങോട്ട് പോയാൽ എന്തോ കുഴപ്പമാണ്. ഈ സ്ത്രീ വിരുദ്ധാണ്, ഈ മതങ്ങൾ മുഴുവൻ സ്ത്രീ വിരുദ്ധാണ്. അളവിൽ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധ. അവരാണ് നമ്മുടെ രാഷ്ട്രീയം ഭരിക്കുന്നത്, പുരോഹിതന്മാര് ഭരിക്കുന്നത്. ഇപ്പോൾ ശബരിമലയിൽ എന്താ സംഗതി? ആർക്കും ഇപ്പോൾ വേണ്ടല്ലോ, യുവതീ പ്രവേശനം ആർക്കും വേണ്ട. ഈ ശബരിമലയുടെ പറഞ്ഞപ്പോഴാണ് കേരളത്തിന്റെ സർക്കാർ മലക്കം മറിയുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ആദ്യം അവർ നവോത്ഥാന മതിലൊക്കെ പണിയുകയും ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്നുള്ള ശക്തമായ വാദം ഉന്നയിക്കുകയും ചെയ്തു. ഇപ്പോൾ കൊടുത്ത സത്യവാങ്മൂലത്തിൽ അത് മതമേലധ്യക്ഷന്മാരോട് സംസാരിച്ച് തീരുമാനിക്കാമെന്നൊക്കെയാണ് പറയുന്നത്. എന്താ തോന്നുന്നത്? ഇത് നിങ്ങൾ കേരള ഗവൺമെന്റ് മാത്രമല്ല മലക്കം പറഞ്ഞത്. സുപ്രീം കോടതിയുടെ വിധി 2018 അത് വന്നപ്പോൾ ഇവിടുത്തെ എല്ലാ പാർട്ടികളും അതിനെ സ്വാഗതം ചെയ്തു. BJP, കോൺഗ്രസ്, CPM ഒക്കെ. 2 ദിവസം കഴിഞ്ഞപ്പോൾ BJP കാലുമാറി, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് കാലുമാറി, 2 മാസം കഴിഞ്ഞപ്പോൾ CPM കാലുമാറി. ഇത്രയേ ഉള്ളത്. കാരണം പൗരോഹിത്യത്തെ പേടിച്ചിട്ട് വോട്ട് ബാങ്കുകളെ പ്രകോപിപ്പിക്കാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ് ഈ പാർട്ടികൾക്കൊക്കെ ഉള്ളത്. നവോത്ഥാനത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട. ആ വനിതാ മതിലുണ്ടാക്കിയിട്ട് അതിൽ മുഖം മൂടുന്ന പർദ്ദയായിട്ട് മുസ്ലിം സ്ത്രീകൾ വന്നു. അവർക്ക് മുഖം തുറക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. എന്നിട്ടാണ് അവർ ശബരിമലയിൽ പെണ്ണുങ്ങളെ പ്രവേശിക്കണമെന്ന് പറയുന്നത്. പിന്നെ ഇവിടുത്തെ മഹാഭൂരിപക്ഷം സുന്നി മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ച പെണ്ണുങ്ങൾ പ്രവേശനമില്ലല്ലോ കൂട്ടപ്രാർത്ഥനയ്ക്ക്. പിന്നെ നവോത്ഥാനത്തിൻ്റെ കാര്യം എന്ന് പറയാനാ, അതിൻ്റെ പ്രസിഡന്റ് ആരാ? വെള്ളാപ്പള്ളി നടേശനാ. വെള്ളാപ്പള്ളി നടേശൻ എന്ത് നവോത്ഥാനാണ്. അപ്പോൾ അദ്ദേഹം വായി തോന്നിയ എല്ലാ വൃത്തിയോടും വിളിച്ചു പറയും. അതൊക്കെ മൗനം കൊണ്ട് അനുവദിക്കും ആര്? സംസ്ഥാന മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹം നേരത്തെ പത്മഭൂഷണെ പറ്റി വളരെ നിന്ദിച്ച് പറഞ്ഞു, എൻ്റെ പട്ടിക്കും കൂടി വേണ്ട, പൈസ കൊടുത്ത് മേടിക്കുന്നതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് പ്രഖ്യാപിച്ചു. എന്താ തമാശ? അദ്ദേഹത്തിനെതിരായിട്ട് കേസ് കൊടുത്ത VS-നും അത് പ്രഖ്യാപിച്ചു. ഈ കേസിൽ പ്രതിയായ കേസിൽ പ്രതിയാക്കിയത് പ്രഖ്യാപിക്കാൻ പാടില്ല. VS-ൻ്റെത് പിന്നെ മകൻ അരുൺകുമാർ പറഞ്ഞു ഞങ്ങൾക്കത് വേണ്ട. ഇയാൾക്ക് വേണ്ടിയിരുന്നു. അപ്പോഴേക്കാണ് കോടതി വിധിച്ചിട്ട് ഇയാളിപ്പോൾ എല്ലാ സ്ഥാനത്തും പോയത്. വലിയ തമാശല്ലേ? അതായത് എന്താണ് നവോത്ഥാനം, എന്താണ് ആചാരം, എന്താണ് ആചാര ലംഘനം, എന്താണ് പുരോഗതി എന്ന് വെള്ളാപ്പള്ളി നടേശന് തിരിയൂല, CPM-ന് തിരിയൂലേ? വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ ധൈര്യം ഉണ്ടോ ഗോവിന്ദ മാഷക്ക്, അല്ലെ AK ബാലന്, അല്ലെങ്കിൽ A വിജയരാഘവന്? ഇല്ലല്ലോ. അവർ G സുധാകരനെ തലേ കയറാൻ ചെല്ലൂ. പ്രശ്നമില്ലല്ലോ. ഒന്ന് പറയട്ടെ, വെള്ളാപ്പള്ളി നടേശനായിട്ട് എന്തെങ്കിലും ഒന്നും വേണ്ട. മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിപ്പിക്കാൻ പറ്റാത്തത്, അവർക്ക് പ്രവേശിക്കാൻ പറ്റാത്തത് അനീതിയാണ്, അത് ലിംഗനീതിക്ക് വിരുദ്ധമാണെന്ന് ആരും ഒന്ന് പറയട്ടെ. UDF-ൽ LDF-ൽ ആരും പറയില്ലത്. പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പ്രവേശനം അനുവദിക്കാത്തത് ശരിയല്ല എന്ന് പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി പറഞ്ഞതിന് വലിയ കോലാഹലമായിരുന്നു. അവസാനം ആ പെൺകുട്ടിയുടെ വാപ്പ തന്നെ പറഞ്ഞു, അവൾ പറഞ്ഞു ശരിയല്ല, ക്ഷമ ചോദിച്ചുകൊണ്ട്. ഇതാണ് ഇവിടുത്തെ ലിംഗനീതി. പിന്നെ ഈ ലിംഗനീതി പറയുന്ന ആളുകളും ട്രാൻസ്ജെൻഡറിന്റെ കാര്യം അവർക്കും അറിഞ്ഞൂടാ, അവർ ശ്രദ്ധിക്കൂല. അവർ മനുഷ്യരാണല്ലോ. അതൊക്കെയാണ്. അതായത് ഈ മനുഷ്യർക്ക് വേണ്ടിയുള്ള ഈ നീതിബോധത്തിനാണ് രാഷ്ട്രീയം എന്ന് പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനുള്ളത്, ഞാൻ ഈ നേതാക്കളുടെ സമ്പദ് വിവരമൊക്കെ ഒന്ന് അന്വേഷിച്ചപ്പോൾ, നമ്മൾ മത്സരിക്കുന്ന നേതാക്കളുടെ സാമ്പത്തികമൊക്കെ ഒന്ന് അന്വേഷിച്ചപ്പം അവർ ഒരു തവണ MLA ആയി അല്ലെങ്കിൽ മന്ത്രി ആയതിനു ശേഷം അതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടിയിലധികം സാമ്പത്തിക വളർച്ചയാണ് അവർക്കുണ്ടാകുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് സമ്പത്ത് ഉണ്ടാക്കുവാനാണോ, അതോ നമ്മൾ പൊതുവെ രാഷ്ട്രീയ സേവനം എന്നാണ് പറയുന്നത്? എന്താണ് അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത്? അതും പിന്നെ ആസ്തി വികസന ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഇതിനൊക്കെ ഈ ജനാധിപത്യത്തിൽ നമ്മൾ വിശദീകരിക്കുക? ഇതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാതെ തന്നെ, നമ്മൾ പരസ്പരം ഇതിനെപ്പറ്റി പറയാതെ തന്നെ നാട്ടുകാർക്ക് അറിയുന്നൊരു കാര്യമാണ്. അതായത് ഇന്ത്യക്ക് പുറത്ത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഇപ്പോൾ അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ രാഷ്ട്രീയക്കാർക്ക് വേറെ പണിയുണ്ടാവും.
ഒരാൾ അധ്യാപകനായിരിക്കും, അല്ലെ ബിസിനസ്സുകാരനായിരിക്കും. ഇപ്പം ട്രംപ് തന്നെ ബിസിനസ്സുകാരനാണ്. അപ്പം ഇവിടെ രാഷ്ട്രീയം തന്നെ ഒരു തൊഴിലാണ്. അപ്പോൾ അതിൽ സ്വജനപക്ഷപാതം, അഴിമതിയൊക്കെ ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അഴിമതിയാണ്. എല്ലാ പാർട്ടിയിലും അഴിമതി, എല്ലാ നേതാക്കന്മാരുണ്ട് ഞാൻ പറയില്ല, പക്ഷെ എല്ലാ പാർട്ടിയിലും അഴിമതിക്കാരുണ്ട്. ആ അഴിമതിക്കാരാണ് ഭൂരിപക്ഷം. അത് LDF UDF ഭേദമില്ല. BJP അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അഴിമതി കാണിക്കാത്ത AK ആന്റണി ഇല്ലേ, VM സുധീരനില്ലേ, മുല്ലപ്പള്ളി ഇല്ലേ, ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഇവരെ എണ്ണിയാൽ അവരുടെ എണ്ണം വളരെ വേഗം കുറഞ്ഞു പോകും. ഇപ്പോൾ നേരത്തെ ഉള്ളപ്പോൾ AKG അല്ലെ CH മുഹമ്മദ് അല്ലെ EMS അല്ലെ അച്യുത മേനോൻ, ഇവരൊക്കെ പറയുമ്പോൾ വലിയ പ്രശ്നമാണ്. ഇങ്ങനെ സംഗതിയേ ഇല്ല. ഇപ്പോൾ CH മുഹമ്മദ് മരിച്ചിട്ടാണ് അദ്ദേഹം എത്ര നിസ്വനായിരുന്നു, ഒരു കാശില്ലാത്ത ആളായിരുന്നു മനസ്സിലായി. കാരണം അദ്ദേഹത്തിൻ്റെ വീട് ഏതോ ബാങ്കിൽ പണയം വെച്ചിട്ട് കടം വാങ്ങിയിരുന്നു. അത് ജപ്തി ചെയ്യാൻ പോവാണെന്ന് മാതൃഭൂമി വാർത്ത കൊടുത്തു. അപ്പം ലീഗുകാരെ കൂടി മാതൃഭൂമി അല്ലേ തന്നെ മാപ്പിള വിരുദ്ധ പത്രമാണ്, അത് കളവാണെന്ന് ഒരു ബഹളം ഉണ്ടാക്കി. അന്ന് മുനീർ ബാംഗ്ലൂർ പഠിക്കുക, മെഡിസിന് പഠിക്കുക. മുനീറിനോട് ചോദിച്ചു മാതൃഭൂമി, മുനീർ പറഞ്ഞത് സത്യമാണ്. അങ്ങനെയാണ് സംഗതി മാറിയത്. എന്നിട്ട് അന്ന് മുഖ്യമന്ത്രി ആരാന്നു? കരുണാകരൻ. അദ്ദേഹം മുൻ മുഖ്യമന്ത്രി, മുൻ ഉപമുഖ്യമന്ത്രി, 5-6 തവണ MLA ആയ ആഭ്യന്തരമന്ത്രി കൂടി ആയിരുന്ന CHൻ്റെ കുടുംബത്തിന് ഒരു അലവൻസ് കൊടുത്തു. മുനീറിന് പഠിക്കാൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുനീറിന് പഠിക്കാൻ 150 ഉറുപ്പിയും കുടുംബത്തിന് മാസത്തിൽ 250 ഉറുപ്പിയും. അന്ന് അത് നല്ല സംഖ്യയാണ്, അനുവദിച്ചു. ഒരു പൈസ ഉണ്ടാക്കിയിട്ടാന്ന് വ്യക്തമായി. മുനീറിന് പഠിക്കാൻ പൈസ കൊടുക്കുന്നത് സർക്കാരാണ്. കാരണം മുനീറിൻ്റെ വാപ്പയ്ക്ക് എന്തായിരുന്നു പണി? രാഷ്ട്രീയമായിരുന്നു. അങ്ങനത്തെ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ തിരുകൊച്ചിയിൽ പ്രധാനമന്ത്രിയായിരുന്നു ഇക്കണ്ട വാര്യരുന്നൊരു രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, കൊച്ചിയിലാണ്. അദ്ദേഹം സുഖമില്ലാതെ സർക്കാർ ആശുപത്രിയിൽ കിടക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് അദ്ദേഹത്തോട് പറഞ്ഞു, 77-ലാണ് ഇവിടെ ഏതെങ്കിലും സൗകര്യമുള്ള മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ വേറെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രിയിലേക്കോ മാറ്റാം. കാരണം അദ്ദേഹം അവിടെ പ്രധാനമന്ത്രിയായിരുന്ന ആളല്ലേ, അതേപോലെ പറ്റില്ല. സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്ന ചികിത്സയും സൗകര്യവും മതി എനിക്കെന്ന് പറഞ്ഞു. അവിടെ കിടന്ന 1977 ഇക്കണ്ടവാര്യർ മരിച്ചു പോയത്. അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു അവിടെ. ഞാൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ ബാങ്ക് അക്കൗണ്ടേ ഉണ്ടായിരുന്നില്ല. K കേളപ്പൻ മരിക്കും, അദ്ദേഹത്തിൻ്റെ ബാങ്കിലുണ്ടായിരുന്ന എത്രയെന്നറിയോ? 28 ഉറുപ്പിയാണ്. ഗാന്ധിക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല, മനസ്സിലായോ? കേശവമേനോൻ മരിക്കുമ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്നു. അനവധി കാലം, 93-ാം വയസ്സിൽ അദ്ദേഹം മരിക്കുന്നത്. അനവധി കാലം മാതൃഭൂമി ചീഫ് എഡിറ്റർ ആയിരുന്നു. അദ്ദേഹം മരിക്കുമ്പം ബാങ്കിൽ ഉണ്ടായിരുന്ന എത്രയെന്നോ? 3000 ഉറുപ്പിക. ഇതൊക്കെ ഞങ്ങൾ പണ്ട് കേട്ട രാഷ്ട്രീയക്കാരുടെ കണക്ക്. ഇതൊരു കാലഘട്ടത്തിന്റെ അപജയമായിട്ടാണോ മാഷ് കാണുന്നത്? അതെ അതെ. എന്നുവെച്ചാൽ ഇന്നത്തെ കാലം അല്ല, ഇന്നത്തെ കാലത്തല്ലേ VM സുധീരൻ, അല്ലെ AK ആന്റണി, അപ്പോൾ അല്ലെ പാലോളി മമ്മൂട്ടി. പാലോളി ഇവരിത് പറയാൻ പറ്റില്ല, TK ഹംസ ഇവരിത് പറയാൻ പറ്റില്ല. എല്ലാവരും ഇങ്ങനെയല്ല. ഇപ്പോൾ PKK ബാവ ഇങ്ങനെ പറയാൻ പറ്റില്ല, അല്ലെ കുട്ടി അഹമ്മദ് കുട്ടി മരിച്ചു പോയിപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ കൈക്കൂലി വാങ്ങാത്തവർ, ഇപ്പോൾ CT അഹമ്മദ് അലി, അതേ ഒരു കൈക്കൂലിയും വാങ്ങിയിട്ടില്ല, മുസ്ലിം ലീഗുകാരനാണ്. എല്ലാ പാർട്ടിയിലുണ്ട് കൈക്കൂലി വാങ്ങാത്തവർ. കൈക്കൂലി വാങ്ങുന്നവർ എല്ലാ പാർട്ടിയിലുണ്ട്. കൈക്കൂലി വാങ്ങുന്നവരുടെ, അഴിമതി നടത്തുന്നവരുടെ, പണം ഉണ്ടാക്കുന്നവരുടെ എണ്ണം കൂടുതലാണെന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഇനിയും എത്രയെത്ര സംസാരിച്ചാലും, മാഷോട് എത്രയെത്ര സംസാരിച്ചാലും മതിയാവില്ല. എത്രയെത്രയോ ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട്. പക്ഷേ സമയത്തിന്റെ പരിമിതി മൂലം തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. വീണ്ടും മറ്റൊരു വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാഷിക്ക് പ്രതികരിക്കാനുള്ള ഒരു വിഷയം, നല്ല വിഷയമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വരും. വീണ്ടും കാണാനും സംസാരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. ചോദ്യങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. വളരെ താങ്ക് യു. ചോദ്യങ്ങളൊക്കെ കാലിക പ്രസക്തിയുള്ള ചോദ്യങ്ങളായിരുന്നു. താങ്ക് യു. ശരി.